ദുഃഖകരമായ കാര്യം എന്നുള്ളത് ഇവിടെ തൊഴാൻ വരുന്നതിൻ്റെ ഒപ്പം കുറച്ച് ഭാഗം അത് കാണുകയും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പോവുകയും ചെയ്യുന്നതിൻ്റെ ഫലം എന്നത് ഭക്തർക്കാണ് അതിൻ്റെ നഷ്ടമുണ്ട്. കാരണം അത് പൂർണ്ണമായി കാണുക എന്നത് മറ്റൊരു നിലയ്ക്ക് ഭക്തിയില്ലാത്തവൻ്റെ ഉള്ളിലും ഭക്തി ഉണ്ടാക്കുന്ന ഒരനുഭവമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അകമഴിഞ്ഞ് മനസ്സ് മറന്ന് സ്വന്തം ജീവിതത്തെയും അനുഭവങ്ങളെയും നടയ്ക്ക് പുറത്തു വെച്ച് ആ കൃഷ്ണനാട്ടം കാണുക എന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാലത്തിലേക്കും മറ്റൊരു തലത്തിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നു എന്ന അനുഭവം ഭക്തജനങ്ങളോട് പങ്കുവെക്കുന്നു ഞാൻ. ഇവിടെയുള്ളവർ, ഇന്ന് വരുന്നവർ, ഇനിയും വരുന്നവരോട് ഒരപേക്ഷയാണുള്ളത്. നിങ്ങൾ കണ്ണനെ തൊടാൻ വരുന്ന പോലെ തന്നെ കൃഷ്ണനാട്ടം പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അതിൽ നിന്നും കിട്ടുന്ന ഒരു അനുഭൂതി എന്നത് മറ്റേതൊരു രംഗകല കണ്ടാലും ഏത് രൂപം കണ്ടാലും കിട്ടാത്ത ഒരനുഭൂതിയാണ് എന്ന് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നതിൽ സംശയമില്ല. ഇതിലൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പുരസ്കരണം കാരണം, സംരക്ഷണം കാരണം മറ്റു പല കലകളിലും ഉണ്ടായിട്ടുള്ള പോലെയുള്ള മാറ്റങ്ങൾ തുലവും കുറവായി നിൽക്കുന്നത് കൊണ്ടും ഒരുപക്ഷെ കൃഷ്ണനാട്ടത്തിൽ മറ്റ് രൂപങ്ങളുടെ ചേരുവകൾ ചേരുന്നത് കുറവായി നിൽക്കുകയുള്ളൂ. ഏതോ ഒരു നിലയ്ക്ക് ശുദ്ധി എന്നുള്ള വാക്ക് വലിയ പ്രശ്നങ്ങളുള്ള വാക്കാണ് എന്നെനിക്കറിയാം. പക്ഷേ അതിൻ്റെ പരമ്പരാഗതമായ രൂപത്തിൻ്റെ സ്വഭാവങ്ങൾ അധികവും നഷ്ടപ്പെടാതെ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. സംഗീതത്തിൻ്റെ ഉദാഹരണം എടുത്താൽ സംഗീതത്തിന് കേരളത്തിൻ്റെതായ ഒരു വഴിയുണ്ട് എന്നത് മുൻപത്തെ കഥകളി പാട്ടുകൾ കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമാണ്. സോപാന സംഗീതത്തിൻ്റെ ഒരു രീതി. പക്ഷെ ഇന്ന് കഥകളി സംഗീതത്തിൽ നിന്നും ആ കേരളീയത എന്ന് പറയുന്ന അംശം പലപ്പോഴും തൊടാൻ കഴിയാത്ത, കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത, കേൾക്കുമ്പോൾ മാത്രം ഇത് കേരളീയമാണല്ലോ എന്ന തോന്നലുളവാക്കുന്ന ആ ഒരു ഘടകം, ആ ഒരു അംശം ഇന്ന് ചോർന്നു പോവുകയും അധിക പങ്കും കർണാടക സംഗീതത്തോട് യോജിപ്പിച്ചു കൊണ്ടുപോവുകയും അതിന് കാരണങ്ങളുണ്ട്. കൃത്യമായി സ്വരസ്ഥാനങ്ങൾ വെച്ച് സംഗീതം പഠിപ്പിക്കുന്ന, സാങ്കേതികമായി സംഗീതം പഠിക്കുന്ന ഒരു രീതിയിലേക്ക് കഥകളി സംഗീത അഭ്യസനം മാറുന്നതിൻ്റെ ഫലമായി കർണാടക സംഗീതത്തിൻ്റെ സ്വാധീനം വളരെയധികം കഥകളി സംഗീതത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു സ്വാധീനം വളരെ കുറവായി നിൽക്കുകയും കേരളീയ സംഗീതത്തിൻ്റെ ഇന്നും നിൽക്കുന്ന ഒരു ബാക്കി, അല്ലെങ്കിൽ അതിൻ്റെ ഇന്നും നിൽക്കുന്ന ഒരു ക്ഷേത്രമായി കൃഷ്ണനാട്ടത്തിൻ്റെ സംഗീതം ബാക്കി നിൽക്കുകയും അതിൻ്റെ ചലനങ്ങളും അതിൻ്റെ പ്രവൃത്തിയും നടന്മാരുടെ പ്രവൃത്തിയും മറ്റൊരു നിലയ്ക്ക് കേരളീയ നൃത്തത്തിൻ്റെ, ഒരുപക്ഷെ കഥകളിയിലും കൂടിയാട്ടത്തിലും കാണാത്ത പോലെയുള്ള കോണോട് കോണായിട്ടുള്ള ചലനങ്ങൾ 98 ദിശകളായിട്ട് 8 ക്ഷേത്രങ്ങളായിട്ടുള്ളൊരു സങ്കല്പമാണ് കൃഷ്ണനാട്ടത്തിൽ കാണുന്നത്. 8 കഥകളാണ്, 8 ദിവസങ്ങളാണ്, 8 ദിശകളാണ്, 8 ക്ഷേത്രങ്ങളാണ്. ഈ 8 ക്ഷേത്രങ്ങളായിട്ട് തിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണനാട്ടത്തിൻ്റെ ചലനത്തിൻ്റെ ഒരു മാതൃക, അതിൻ്റെ വ്യാകരണം എന്നത് മറ്റൊരു കലാരൂപത്തിനും ഇല്ലാത്ത ഒരു വ്യാകരണമായി മാറുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്ക് ശേഷം പലരും സംസാരിക്കാനുണ്ട്. 2-3 അപേക്ഷകൾ മാത്രം ഞാൻ ഗുരുവായൂർ, ഇന്ന് ചെയർമാനോട് ഇരിക്കുന്നുണ്ട്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബോർഡിൻ്റെ അംഗങ്ങൾ ഇരിക്കുന്നുണ്ട്, 2-3 അപേക്ഷകൾ അവർക്ക് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈ സംരക്ഷണം ഇനിയും തുടരണം. പക്ഷേ ആ സംരക്ഷണം തുടരുമ്പോൾ തന്നെ ഇത് ഗുരുവായൂരിന് പുറത്തുള്ള, ഇത് കാണേണ്ടവർ കാണുവാനുള്ള അവസരം കഴിവതും കൂടുതലായി ഉണ്ടാക്കേണ്ടതാണ്. അത് കലാമണ്ഡലം പോലെയുള്ള കലാസ്ഥാപനങ്ങളിൽ മാത്രമല്ല, സ്കൂളുകളിലും കോളേജുകളിലും ഈ കലാരൂപം എന്ത് എന്ന് പരിചയിക്കുവാൻ താല്പര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ സോദാഹരണ പ്രഭാഷണങ്ങളും ചെറിയ ചെറിയ അവതരണങ്ങളും നടത്തിക്കൊണ്ട് കൃഷ്ണനാട്ടം എന്നത് കേവലം ഏട്ടിൽ വായിക്കുന്ന ഒരു രൂപമല്ലാതെ കണ്ണിൽ കാണാവുന്ന ഒന്നാക്കി മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നൊരു ചെറിയ അപേക്ഷ ഒന്നാമത്.
രണ്ടാമത്തെ ഒരപേക്ഷ, ഇന്നിപ്പോൾ നിങ്ങൾ സുധാകരനാശാനടക്കം ഇവിടെയുള്ള കലാകാരന്മാരെ കണ്ടു. ഈ കലാകാരന്മാരെ എത്ര പേരെ നിങ്ങൾക്ക് പേരെടുത്തറിയാം? പേര് അവരോടുകൂടി ഈ കലാകാരന്മാരെ എത്ര പേർക്കറിയാം? സദനം ഹരികുമാർ എന്നൊരു കഥകളി കലാകാരനെ, ആ പേര് കഥകളി ലോകത്തുള്ള എല്ലാവർക്കും പരിചയമാണ്. ഹരികുമാർ ആര് എന്നറിയാം. പക്ഷെ കൃഷ്ണനാട്ടം കലാരൂപത്തിൽ പങ്കെടുക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുടെ പേരുകൾ നമുക്കറിയാം. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ കലാകാരന്മാർക്ക് വേണ്ട അംഗീകാരം കൊടുക്കുക എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചുമതലയാണ്. വളരെ ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ അവതരിപ്പിക്കുന്ന ഓരോ അവതരണത്തിന് മുന്നിൽ ആരാണ് ഇതിൽ പങ്കെടുക്കുന്ന കലാകാരർ എന്ന് വ്യക്തമായി അവരുടെ പേരുകൾ കൊടുക്കുകയും അത് പുറമെ പോകുമ്പോഴും അതെ ആ പേരുകൾ എന്താണ് എന്നറിയുകയും. ഇപ്പം മനീഷിനെ ഇവിടെ കണ്ടു. മനീഷിൻ്റെ പേര് എനിക്കറിയില്ലായിരുന്നു. മനീഷിൻ്റെ കണ്ടു കഴിയുമ്പോഴാണ് മനീഷ് പേര് മനസ്സിലാക്കുന്നത്. ആ പേര് തന്നെ പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ഈ കലാകാരൻ ആര് എന്ന് തിരിച്ചറിയുകയും ആ കലാകാരർക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട അംഗീകാരം എന്നത് അവർക്ക് ലഭിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുകയും അത്തരമൊരു പദ്ധതി ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് വിജയൻ മാഷോടും ബോർഡിനോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നിന്ന് ദേവസ്വത്തിൽ നിന്നും പിരിഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ നിയമപ്രകാരം പിന്നീട് ആ കലാകാരർക്ക് കൃഷ്ണനാട്ടം അവതരിപ്പിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നു. ആലോചിച്ച് നോക്കണം, 60ഓ 62ഓ വയസ്സിൽ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഗോപിയാശാനെ നോക്കൂ. ഗോപിയാശാൻ്റെ ഏറ്റവും ശക്തമായ കാലം എന്ന് പറയുന്നത് 60 തൊട്ടുള്ള കാലമായിരുന്നിരിക്കും ഒരു പക്ഷേ. അന്നും ഗോപിയാശാൻ ഇന്നും അതെ, ഇന്നും ശക്തമായ കാലത്തില്ല. കാരണം വയ്യാന്നൊക്കെ പറയും. ഇന്നൊന്നും അരങ്ങത്ത് വന്ന കഥയൊക്കെ മാറും. അത് എഴുന്നേക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ എന്നൊക്കെ ഗോപിയാശാൻ പറയുകയും ചെയ്യും. പക്ഷേ കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു 1-ാം ദിവസം കണ്ടത് ഇന്നും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എഴുന്നേറ്റ് നിന്ന് ആടാൻ കഴിയാത്തത് കൊണ്ട് ഇരുന്നു കൊണ്ടാണ് ആടിയത്. പക്ഷേ അദ്ദേഹം ഇരുന്നു കൊണ്ട് ആടിയതല്ലേ ശരി എന്ന് തോന്നിപ്പിക്കുന്ന മാറ് നമ്മൾക്കത് അനുഭവമായിട്ടുണ്ട്. അതും 80 കഴിഞ്ഞ പ്രായത്തിൽ. അപ്പോൾ 62ഓ 60ഓ കഴിഞ്ഞ പ്രായത്തിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നവർ അവരുടെ പരിശീലനവും അവരുടെ അനുഭവവും ഏറ്റവും സമ്യക്കായി മാറി വരുന്ന ഒരു പ്രായത്തിൽ അവർക്ക് ഈ കലാരൂപം ഇനി പ്രയോഗിക്കാൻ കഴിയാതെ വരുന്നു എന്നത് അത്യന്തം ദുഃഖകരമായൊരു കാര്യമാണ്. പിരിഞ്ഞു പോയവരെ വീണ്ടും ഇതിൽ തുടരുവാനും ഒരു നിലയ്ക്ക് പാരമ്പര്യത്തിൻ്റെ ഭാഗമായുള്ള ശൈലീഭേദങ്ങൾ, ശൈലികൾ എന്തോ അത് ഉറപ്പുവരുത്തുവാനുമായി അവരെ വിസിറ്റിംഗ് ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ തുടർ പ്രൊഫസർമാരായിട്ടോ വീണ്ടും കൊണ്ടുവരികയും അത് കൃഷ്ണനാട്ടത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമായിരിക്കും എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അധിക പ്രസംഗം പറയാൻ മിടുക്കനായതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞത്. ക്ഷമിക്കുക, അതിലെന്തെങ്കിലും അപാകതയുണ്ട് എന്നുണ്ടെങ്കിൽ. പക്ഷെ കൃഷ്ണനാട്ടം എന്നൊരു കലാരൂപം കേരളത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും, കേരളത്തിൻ്റെ കലാമണ്ഡലത്തിൽ നിന്നും അപ്രത്യക്ഷമാകരുത്. അതിനിയും ശക്തിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ്. കാരണം അതിനെ മാറ്റിവെക്കാൻ, അതിന് പകരം വയ്ക്കാൻ, അതിന് വേറൊരു രൂപം നൽകാൻ മറ്റൊരു രൂപം ഇവിടെ ഇല്ല എന്നതുകൊണ്ട് കഥകളിയുടേതായ രീതിയിൽ ഒരു നൃത്യരൂപം, നാട്യം പ്രധാനമാകുമ്പോഴും നൃത്യരൂപമാകുമ്പോൾ, കൂടിയാട്ടം എന്നത് ആത്യന്തികമായി ഒരു നാട്യരൂപമാകുമ്പോൾ നൃത്തത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നൃത്തമെന്ന ഭാഷയുടെ സകല സാധ്യതകളും അന്വേഷിക്കുന്ന ഒരു കേരളീയ രൂപം എന്ന നിലയ്ക്ക് കൃഷ്ണനാട്ടം നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. കൃഷ്ണഗീതിയും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. ഇതിലെല്ലാവരും ഒരേപോലെ സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത്